അച്ഛാ 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 അച്ഛാ. എന്താടാ? ഉറങ്ങിയതാണോ കാറ്റ് പോയതാണോ നോക്കിയതാ. കാറ്റുണ്ടോന്ന് അറിയാൻ എന്തിനാടാ രാമനാമം ചെല്ലണ പോലെ അച്ഛാ അച്ഛാന്ന് വിളിക്കണേ? മൂക്കില് വിരല് വെച്ച് നോക്കിയാ പോരെ? അച്ഛൻ ഒരച്ഛനല്ല ഒരുപാട് അച്ഛനാണെന്ന് അധികാരി പറഞ്ഞു, അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയതാ. ഇനി അച്ഛൻ ഉറങ്ങിക്കോ. മോന്റെ അച്ഛൻ പന്തലൊക്കെ ഉയർന്നല്ലേ? ഒക്കെ ദിനകരന്റെ സാമർഥ്യ. ഒന്നിലും ഞാൻ തലയിടുന്നില്ല. ഇതാ ഇവിടെ ഇങ്ങനെ ചാരിക്കിടക്കും, ഉറക്കം വരുമ്പോ ഉറങ്ങും. രാധയ്ക്ക് ആലോചിച്ച സഹദേവനെ ഫോട്ടോയിൽ കാണാൻ ഇത്തിരി ചന്തൊക്കെ ഉണ്ടല്ലേ? നീ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സഹദേവൻ. ഇത് ഇന്നലെ രാത്രി എനിക്ക് ശങ്കരൻ മേസ്ത്രി തന്ന കളറ് സഹദേവൻ. നീ സഹദേവനെ കളറില് കണ്ടിട്ടില്ല. കൃഷ്ണ, 11 വർഷമായി നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന എൻ്റെ സ്പെയർ പാർട്സ് കടയുടെ ഷട്ടറാണ് ഞാനിപ്പോൾ ഉയർത്തിയത്. ഇന്ന് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഷട്ടറും ഉയർത്തുന്ന ദിവസമാണ്. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ വാങ്ങിയ നാരായണൻ മാഷിയുടെ മകൾ രാധ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ സമ്മതത്തോടെ കടന്നു വരികയാണ്. നീ ഞങ്ങളെ സത്യസന്ധമായി ഒന്ന് അനുഗ്രഹിക്കണം. വന്ന് വന്ന് എനിക്ക് ഈശ്വരന്മാരിലൊന്നും വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. നിനക്കൊന്നും തോന്നരുത്. 1 കിലോ വെളിച്ചെണ്ണ 2 കിലോ പപ്പടോ. എന്താ പേര്? ചാരുക്കുട്ടി. എന്നാ രാരുക്കുട്ടി, ഇവിടെ വാഹനങ്ങൾക്ക് പറ്റുന്ന വെളിച്ചെണ്ണയുണ്ട്, അത് വേണമെങ്കിൽ ഒരു 5-6 കിലോ തരാം. പിന്നെ പപ്പടം, ഞാനിവിടെ ഇത്തരം പപ്പടം മാത്രമേ വിൽക്കാറുള്ളൂ. ഇതൊരു കെട്ടിന് 19,000 രൂപ വരും. അല്ല, നാടൻ പപ്പടം കിട്ടില്ലേ? നാടൻ പപ്പടം സ്പെയർ പാർട്ടായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇക്കാലം വരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു പോരെ, ചൂടാവണോ? എനിക്കിത് ഇത്തിരി ചൂടുള്ള ദിവസം, ഞാൻ ചൂടാവും. ഈ മണ്ണ് ഞങ്ങളുടെ പ്രാണനടാ. ആകാശത്തോളം ഉയരത്തിൽ വേലി കെട്ടിയാലും അത് ഞാൻ പറന്നു കിടക്കും. അധികം പറഞ്ഞ അരിഞ്ഞ് ഞാൻ ആ കാല് പട്ടി കെട്ടുകൊടുക്കും. ഈ കാല് തിന്നാൻ ഒരു പട്ടിയും അവിടെ വളർന്നിട്ടില്ലടാ. ബെസ്റ്റ് കാല്. പോടാ. പിന്നെ ഞാനൊന്ന് ബെസ്റ്റ് എന്താടാ കോഴിക്കാല? കോഴിക്കാല് നിന്റെ അച്ഛൻ കോഴിക്കുറിപ്പിന്റെ. ഇവിടെ വെച്ച് ഈ പരാക്രമം അവസാനിപ്പിച്ചാൽ ആ വേലി പൊളിച്ച് ഞങ്ങൾക്ക് അകത്തോട്ട് പോവായിരുന്നു. എനിക്ക് ഇവനെ പോലെ ചാടാൻ വയ്യ. ഹൈ ജമ്പിൽ ഞാൻ പണ്ടേ മോശ. ജനാർദ്ദന, ഇവിടെ വേലി അടിച്ച് പിണ്ണം വെക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ല. എന്റെ മോളുടെ കല്യാണ നിശ്ചയ ദിവസം തന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സ്നേഹപ്രകടനം വേണോ കുറുപ്പേ? ഇതെന്റെ തറവാട്ട് പറമ്പാ. എന്റെ കുട്ടികളുടെ അമ്മയെ ദഹിപ്പിച്ചത് ആ തെക്കേ മൂലയില. എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ കൊണ്ട് ഈ പറമ്പ് കുറുപ്പിന്റെ കയ്യിലായി. കോടതിയിൽ ഇപ്പോഴും കേസുണ്ടല്ലോ. വഴി കെട്ടിയടക്കരുതെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും വായിച്ചാ മനസ്സിലാവുന്ന ഭാഷയിൽ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ എങ്ങനെ ഹൈ ജമ്പ് ചാടിക്കണേ? എന്നാ പിന്നെ ക്രിക്കറ്റ് ആക്കണോ? എനിക്കും എന്റെ മോന് ക്രിക്കറ്റ് ഇഷ്ടാ. അച്ഛാ ചവിട്ടി പൊളിച്ചിങ്ങ് വാടാ. വേണ്ട, മാഷ് നേരെ കത്തി ഓങ്ങി തുമ്പശ്ശേരി കുറിപ്പിന് ഒരു മണ്ണും വെട്ടി പിടിക്കണ്ട. മുള്ളു നോക്കണേ, മുള്ളു. വഴി കെട്ടിയടക്കാൻ മുതലാളിയല്ലേ ഇവരോട് പറഞ്ഞത്? അച്ഛൻ വന്നപ്പോ എന്താ വേറൊരു കളി കളിക്കണത്? അതേ കളി. അല്ലെങ്കിൽ ഞങ്ങൾ കളി മാറ്റും. കേട്ടോ മാഷെ, ഇവന്മാർ ചെയ്തത് തെറ്റ്. അതിന് ഞാനൊന്ന് താണ് തന്നു. ഞാൻ താണ് തന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. മനഃപൂർവ്വം മോളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. മതിയടാ, ഇറങ്ങി വന്നിട്ട് അതങ്ങോട്ട് വൃത്തിയായിട്ട് പൊളിച്ചു കളാ. വച്ചോണ്ടിരുന്ന എല്ലാവരുടെ കാലിലും മുള്ളു ഇറക്കി. കേട്ടോ തുമ്പശ്ശേരി കുറുപ്പേ, ഇവര് ഈ കാണിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇനി അവര് കാണിക്കാൻ പോണത് കുറുപ്പ് അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. ഈ വരുന്ന 23-ാം തീയതി രാവിലെ ധനുരാശി കഴിയുമ്പോൾ ഒരു മുഹൂർത്തമുണ്ട്. പിന്നെ 7-ന് ചിങ്ങരാശിയിൽ ശുക്രോദയത്തിനു മുമ്പ് ഒരു മുഹൂർത്തമുണ്ട്. ഇക്കൊല്ലം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുഹൂർത്തമായിരിക്കണം അല്ലേ അച്ഛാ? ആയിക്കോട്ടെ, ഒരു ഉശിരുള്ള മുഹൂർത്തം ആയിക്കോട്ടെ എന്നാ സഹദേവൻ പറഞ്ഞത്. അങ്ങനെ ഒരെണ്ണം കിട്ടുമോ മോനെ? പിന്നെന്താ, സഹദേവന് ഉശിരുണ്ടെങ്കിൽ ഉശിരുള്ള മുഹൂർത്തം തന്നെ നമ്മൾ പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തുലാം 16-ന് ചന്ദ്രനും വ്യാഴവും ഏറ്റവും ഉശിരോട് ഒരേ രാശിയിൽ വരുന്നുണ്ട്. അവര് വന്നോട്ടെ, അവർക്ക് ഇത്തിരി ഉശിരുണ്ടായിക്കോട്ടെ. അന്ന് കാലത്ത് 10 കഴിഞ്ഞ് 10:45 ഒരു മുഹൂർത്തമുണ്ട്. അതിലും ഉശിരോടൊരു മുഹൂർത്തം ഈ പഞ്ചാംഗത്തിൽ ഞാൻ കാണുന്നില്ല. എന്നാ വേറെ പഞ്ചാംഗം വാങ്ങാം. വാങ്ങിയിട്ട് കാര്യമില്ല, അതിലും കാണില്ല. തുലാം 16 എന്ന് പറയുന്നത് അത്ര ദൂരത്തൊന്നുമല്ല, അത് പെട്ടെന്ന് എത്തും. എപ്പോ വേണമെങ്കിലും എത്തിക്കോട്ടെ. ഞങ്ങളുടെ ഭാഗത്ത് സഹദേവൻ റെഡിയല്ലേ മോനെ? ഒരാൾ മാത്രം റെഡിയായ എങ്ങനെയാ കല്യാണം നടക്കുന്ന സംശയം. എല്ലാരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം.
എന്ത് കാര്യവും വെച്ച് താമസിപ്പിക്കുന്നതിലും ഒരർത്ഥമില്ല. ഇല്ല ഇല്ല, നേരത്തെ കല്യാണം കഴിച്ചാ അത്രയും നല്ലത്. അതോടെ അതെന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടൂലോ. അത് ശരിയാ. നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും കാണുമ്പോ ഇങ്ങനെ ഒരു ജന്മം തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയാ. ഏത് മുഹൂർത്തായാലും ശരി, എന്റെ കുട്ടിയുടെ കല്യാണം എല്ലാവരും കൂടി അങ്ങോട്ട് നിശ്ചയിക്കുക. ഉറപ്പിച്ചു മുതലാളി, കല്യാണം ഉറപ്പിച്ചു. മന്ത്രിസഭയിൽ ആളെടുക്കണ മാതിരി എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും തുലാം 16 ഉറപ്പിച്ചു. തുലാം 16 നല്ല നാളാ. അതിനും നല്ല നാളാ നിന്റെ അമ്മയുടെ 16. അതായാലും മതിയല്ലോ. വാ, പുറത്ത് തീയതി നിശ്ചയിക്കുമ്പോ അകത്ത് പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ആഭരണങ്ങൾ കണ്ട് രസിക്കുകയായിരുന്നു. ഏട്ടന് തൃപ്തിയായല്ലോ. ഇത്രയും കാലം അളിയനോട് യുദ്ധം ചെയ്തിട്ടും നാരായണ മാഷ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് വെറുതെ ഉണ്ടാക്കി കമ്മല് തന്നെ 7 പവനാ. 7 പവനാ? 7 പവനോ? ശത്രുക്കളായി ഇങ്ങനെ എന്നും ജീവിക്കാനാണ് ഭാവമെങ്കിൽ പിന്നെ മനുഷ്യജന്മം എടുത്തിട്ട് എന്താ കാര്യം? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ? അത്തരമൊരു ചിന്ത തുമ്പശ്ശേരിക്കും തോന്നി തുടങ്ങിയെങ്കിലേ എനിക്കിനി രണ്ടിലൊന്നും ആലോചിക്കാനില്ല. തുലാം 16 രുക്മിണിയുടെ കഴുത്തിൽ ചന്ദ്രപ്പൻ താലി കെട്ടും. നമ്മൾ ബന്ധുക്കളാവും. എന്താ? സത്യം പറഞ്ഞാലേ ഇപ്പോഴൊന്ന് ആശ്വാസമായത്. രുക്മിണി മോളെ വത്സലയ്ക്ക് ജീവനാ. കിട്ടുമെന്ന് ഉറപ്പായാലേ ഇവിടെ വന്ന് കാണുമെന്ന വത്സല പറഞ്ഞത്. താൻ എനിക്കൊരു സഹായം ചെയ്യണം ചിന്ന. തന്റെ പഴയ പത്തായപ്പര പൂട്ടിക്കിടക്കുകയല്ലേ, എനിക്കത് കുറച്ചു മാസത്തേക്ക് വാടകയ്ക്ക് തരണം. ചന്ദ്രപ്പന് വേണ്ടി ഏട്ടന് ബിസിനസ് തുടങ്ങാൻ പോവാ. കല്യാണമൊക്കെ വരില്ലേ? ചന്ദ്രപ്പന് വേണ്ടി ഒരു വിദേശ ബിസിനസ്. നമ്മുടെ അപ്പൂപ്പന്റെ കാലത്തെ ചെല്ലപ്പെട്ടി എടുത്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കി അത് ബാംഗ്ലൂരോ ഹൈദരാബാദിലോ കൊണ്ടുപോയി വിറ്റാൽ അപ്പൂപ്പന്റെ അപ്പൂപ്പനേക്കാൾ വില കിട്ടും. അത് അവിടുന്നും പറഞ്ഞ് യൂറോപ്പിലെത്തുകയാണെങ്കിൽ പിന്നെ പിടിച്ചാ കിട്ടാത്ത വിലയാണോ? അതാ എന്റെ ബിസിനസ്. ഏട്ടന്റെ കയ്യിലും ധാരാളം ഉരുപ്പടികളുണ്ട്. അങ്ങനെ ഇങ്ങനെ വിലക്ക് വാങ്ങിയതേ. അതൊക്കെ സൂക്ഷിക്കാൻ ഐശ്വര്യമുള്ള സ്ഥലം വേണം. പ്രമാണം എഴുതി വാടകയ്ക്ക് തന്നാ മതി. രുക്മിണി ആലോചിച്ച് തരണ്ട. അങ്ങനെ നേട്ടം വാങ്ങത്തില്ല. ഇതാ തന്നിരിക്കുന്നു. ഇതിലേതാണോ തന്റെ പത്തായപ്പര? ഏട്ടൻ തൊട്ടതന്നെ. എവിടുന്ന് ഒരു പെണ്ണിന്റെ കരച്ചിൽ കേട്ട പോലെ തോന്നി. അച്ഛൻ കേൾക്കണ്ടോ? എനിക്ക് ആ പ്രായം കഴിഞ്ഞു. ഇനി കേട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായി? എന്തോന്ന് മനസ്സിലായി? അസുഖം മനസ്സിലായി. വല്ലവരും മനസ്സിലുണ്ടെങ്കിൽ പറ, അച്ഛൻ വഴി കാണാം. എനിക്ക് ആരുമില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കണേ? നിന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യത്തെ കത്ത് കൊടുക്കണത് എന്റെ എത്രാമത്തെ വയസ്സിലാണെന്ന് നിനക്കറിയോ? അറിയാം. അമ്മ ആ കത്ത് രാമായണത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനത് രാമായണത്തിൽ നിന്ന് എടുത്ത് എന്റെ ഡ്രോയിങ് ടീച്ചർക്ക് കൊടുത്തു. അച്ഛന് കിട്ടേണ്ട അടി അന്ന് എനിക്കാ കിട്ടിയത്. ലവ് ലെറ്റർ എഴുതാൻ അച്ഛൻ വളരെ വീക്കാ. അങ്ങനത്തെ ഒരു കത്ത് എഴുതിയാലൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾ വീഴില്ല അച്ഛാ. അമ്മ വീഴും. ഇനി വീഴൂന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ അതുപോലെ ഒരെണ്ണം എനിക്ക് എഴുതിത്താ. ഞാൻ ആർക്കെങ്കിലും കൊടുത്തു നോക്കാം. എന്താടി ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? അങ്ങനെ ഒരു ശബ്ദം. അത് ഈ ദോശയുടെ ആയിരിക്കും. നിന്റെ ദോശക്ക് ഇത്രയും വലിയ ഷൂവോ? അതല്ല. മാഷേ, ആരാ അത്? അമ്മിണിയ? മാഷേ, അമ്മിണിയല്ലല്ലോ, പിന്നെ ആരാ? എന്താ എന്താ? എന്തോ ഒരു ശബ്ദം കേട്ടില്ല മാഷേ. ശബ്ദോ? ആരാ? എന്താ 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 എന്താടോ? എന്താ എന്താ? പേടിക്കണ്ട പേടിക്കണ്ട, ആരും വന്നിട്ടില്ല, വെറുതെ ബഹളം ഉണ്ടായില്ല. എന്റെ ഈശ്വര,
എന്താണോ ഈ വാതിലും ജനവാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുന്നത്? അത് കള്ളനകത്ത് കയറിയ ശേഷം അടച്ചതാ. അപ്പൊ കള്ളനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയതിനു ആ, ശേഷം. ഇനി എന്റെ ആവശ്യമില്ല. ഒരിക്കൽ കേറിയാ പിന്നെ 4-5 മാസം കഴിയാതെ വീണ്ടും അതേ സ്ഥലത്ത് ആ കള്ളം കേറാറില്ല. അതാണ് ഞങ്ങളുടെ തിയറി. കള്ളൻ പ്രാക്ടിക്കലാ. ആഹാ. കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോയി കുടുംബത്തെ കാണണമെന്ന് വിചാരിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇടിത്തി പോലെ എവിടെ നിങ്ങൾ ഒരു കള്ളം വന്ന് വീഴും. ഇതെന്ത് നാടാണ് മാഷെ? ഇതാണ് മാഷ്, ഞാൻ അധികാരി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചില്ല. ഇതെന്ത് നാടാണ് മാഷെ? ഇവിടെ കള്ളന്മാരല്ല നല്ല മനുഷ്യരാരും ഇല്ലേ? ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് സാർ. ഈ കൂട്ടത്തിൽ ഒരു ഒറ്റ കള്ളന്മാരും ഇല്ല. സാറിന് മനസ്സിലായില്ലോ. ഞാൻ പണിക്കരാ. എന്താ പണി? പണിയൊന്നും ഇല്ലാത്ത പണിക്കരാ. ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത്. പോലീസ് വെടിവെക്കുമ്പോ മുമ്പിൽ കയറി വെടിവെക്കരുത്. ഉണ്ട തട്ടി ചത്തു. മനസ്സിലായോ? നല്ല പൂമണം. ആ, അന്വേഷണത്തിന് ആകെ കിട്ടിയൊരു തുരുമ്പ. അവൻ ഉടുക്കാൻ കിട്ടൊരു ലുങ്കി സഹിക്കാൻ വയ്യ. താനിതുകൊണ്ട് ഭംഗിയായിട്ട് അലക്കി ഇസ്തിരിട്ട് മടക്കി പോയി നായെ കൊണ്ട് മണപ്പിക്കാനുള്ളതാ. ആ കള്ളൻ ആ ലുങ്കി എന്നെ പുതപ്പിക്കായിരുന്നു സാർ. പൊത്തപ്പിക്കുന്ന താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. ഈ നളിന ഞാൻ കാണുമ്പോ കള്ളൻ ലുങ്കിയില്ലായിരുന്നു. അവന് തുണിയില്ലായിരുന്നോന്ന് കണ്ടപ്പോ തന്നെ കണ്ണിലിരുട്ട് കയറി. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആ സമയത്ത് തന്റെ കണ്ണി പവർ കട്ടായിരുന്നോ? കഴിഞ്ഞു എന്റെ ഈശ്വര. ഹൃദയം മെടിക്കേണ്ട അധികാരി. ഇത്തിരി ഉച്ചത്തിലാണ് വിളിക്കുക. അച്ഛാ, കുറച്ചും കൂടി ഉച്ചത്തിൽ അങ്ങോട്ട് വിളിക്കുക. അച്ഛാ, അങ്ങനെയല്ല. അച്ഛാ, അച്ഛാ, അച്ഛാ. എന്റെ മുത്തല്ലേ, മോൻ വിളിക്കണ കേട്ടില്ലേ? എണീക്കടാ, എണീക്കടാ. എണീറ്റല്ലോ. ഇനി ആരും പേടിക്കണ്ട. കാര്യമായി മാഷെ ആരോ താങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഇങ്ങനെ ആരും തിരിച്ചു വരില്ല. അത്ഭുതം. മാഷ് ശവായി എന്നാ ഞാനും വിചാരിച്ചേ. ഇയാള് പോയില്ലേ? ഇല്ല. ഇനി ബോധം കെട്ട് മാഷ് വീഴണ്ട. ഈ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. സാറിനെ കൊണ്ട് ഈ ജന്മം ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതെ, പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തിലാ കള്ളന്മാരും കള്ളന്മാരെ സഹായിക്കുന്നവരും നിൽക്കുന്നത്. ഇൻസ്പെക്ടർക്കും ഇൻസ്പെക്ടറുടെ തലയിലിരിക്കുന്ന ഇതിലും വലിയ ഇൻസ്പെക്ടർമാർക്കും ഒക്കെ അതറിയാം. അറിഞ്ഞിട്ടാരും പിടിക്കണില്ല. എന്താ കാര്യം? സത്യവും ധർമ്മവും ആത്മാഭിമാനവും ധൈര്യമുള്ള ഒരു ഇൻസ്പെക്ടറും ഇന്നവരെ നാട്ടിൽ വന്നിട്ടില്ല. അത് തന്നെ കാര്യം. തന്റെ ചെറിയച്ഛൻ എടുത്തതും കാക്കിയുടുപ്പല്ലേ? ചെറിയച്ഛൻ പേര് ഹെഡ് കോൺസ്റ്റബിളാ. ചെറിയച്ഛന്റെ തലയിൽ സാർ ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന പിന്നെ ചെറിയച്ഛനെ എങ്ങനെ കള്ളനെ പിടിക്കണേ? ഈ തൊപ്പി ഒരു ചെറിയച്ഛന് കൊടുക്ക്. 2-ാം ദിവസം കള്ളൻ ലോകപ്പിൽ കിടക്കും. എന്നാ 2 ദിവസം കൊണ്ട് കള്ളനെ പിടിച്ച് ഉള്ളം കൈ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാണണം. അധികം ഡാൻസ് ചെയ്ത സാറിന്റെ ബെൽറ്റ് കഴിഞ്ഞ് തറ കിടക്കത്തുണ്ടാവുള്ളൂ. അച്ഛൻ വാ. ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല, പോകാറായില്ലേ ചോദിക്കാം. ആയി. എന്നോ ചത്തുപോയ തള്ളയുടെ തലയ്ക്ക് വിളക്കും വെച്ച് എന്നെ വെല്ലുവിളിച്ചു പോയിട്ട് എന്തായി? കലങ്ങിയില്ലേ? എല്ലാം കലങ്ങി ഒലിച്ചു പോയില്ലേ? ഏട്ടനായിട്ട് ഒരുത്തന്റെ കല്യാണം കലക്കിയിട്ടില്ല. കലക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു. പക്ഷെ ഏട്ടനേക്കാൾ മുമ്പേ ദൈവം അത് കലക്കി. അതാണ് ഏട്ടനും ദൈവവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലേട്ടാ? എന്നെ പട്ടിയാക്കി മാറ്റി നിർത്തി തുലാം 16 അയാള് കല്യാണം നിശ്ചയിച്ചു. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ, അന്നേ നാട്ടിലൊരു കല്യാണമേ നടക്കൂ. നമ്മള് കാത്തിരിക്കുന്ന ചന്ദ്രപ്പന്റെ രുക്മിണിയുടെയും കല്യാണം. നീ സന്തോഷത്തോടെ ഇരി. ഏട്ടൻ പറഞ്ഞതാ. ചന്ദ്രപ്പൻ രുക്മിണിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ കിട്ടാതെ പോയ താലിയോർത്ത ആ മാഷയുടെ മോള് നീറി നീറി നിലവിളിക്കുന്നത് ഈ നാട്ടുകാര് മുഴുവൻ കേൾക്കും. കേൾക്കൂ ഏട്ടാ, കേൾക്കും. ഓ, കല്യാണം കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിലവിളിക്കുന്ന പെൺകുട്ടികളൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. അത്രയും മനസമാധാനത്തോടെ ഇരിക്കാന്നേ അവര് വിചാരിക്കൂ. അളിയനെ മൂപ്പിക്കാതെ ഏടത്തൊന്ന് പോണുണ്ടോ? ഇങ്ങനെ മൂപ്പിക്കണ്ട തീരുമാനിക്കാൻ നീ ആരാടാ? ചുമ്മാ കയ്യും പിടിച്ചോണ്ടല്ല ഞാൻ ഇങ്ങനോട് ഇറങ്ങിപ്പോന്നത്. നിന്റെ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ എസ്റ്റേറ്റാ സ്ത്രീധനമായിട്ട് എഴുതി കൊടുത്തത്. അതെപ്പോ വാങ്ങി? എസ്റ്റേറ്റിനേക്കാൾ വിസ്താരമുള്ള പെണ്ണിനെ കെട്ടാൻ ചിലപ്പോ എസ്റ്റേറ്റ് ഒക്കെ എഴുതി വാങ്ങിയെന്ന് വരും. അത് കലക്കി. പറഞ്ഞു. കുടിച്ച സാധനം വയറ്റി കിടക്കാതെ തലേ കയറി കളിച്ച വായി വരുന്ന ഞാനും വിളിച്ചു പറയും. പിന്നെ കുറുപ്പിനെ മരുന്നെടുക്കാൻ ഇവിടെ കാണില്ല. നിങ്ങൾ മാത്രമല്ല കുറുപ്പ്, ഞാനും കുറുപ്പാ. അളിയൻ വേണേ വേറെ കല്യാണം കഴിച്ചോ. എന്നാലും അളിയന്റെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും. എന്റെ ഏട്ട അങ്ങനെ ഒരു നല്ല ബുദ്ധി ഏട്ടൻ കാണിച്ചാ ഏട്ടത്തിയുടെ കൈയുണ്ടാവും ഏട്ടന്റെ മരണം. ആ 16 അടിയന്തരവും നമ്മൾ തന്നെ ഉണ്ണേണ്ടി വരും. അത് വേണോ ഏട്ടാ? വേണ്ട. ഒരു മിനിറ്റ്. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്റെ അച്ഛന്
ഇങ്ങനെ ഒരു മുഖമുണ്ട്. അച്ഛനെ നിന്ദിക്കാൻ പാടില്ലെന്ന മാഷെന്നെ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ അച്ഛനെ 2 പൊട്ടിച്ചേനെ. അത് വേണോ? അത് വേണോ വേണ്ടോ എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. വിഷമിക്കരുത്. ഒരു കാര്യം അറിയാനാണ് ഞാൻ ഓടി വന്നത്. രാധയെ കെട്ടാൻ പോകുന്ന ചെറുക്കന് ഒരു തന്ത വേണമെന്ന് മിസ്റ്റർ ദിനകരന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല. കല്യാണം കഴിഞ്ഞ് സൗകര്യം പോലെ രാധയുടെ ചെക്കനൊരു തന്തയായി കാണണമെന്ന് നല്ല മോഹമുണ്ട്. രാധയും ഭർത്താവിനെയും കുഞ്ഞിനെയും കണ്ണു നിറച്ച് കാണണമെന്ന് അമ്മ എപ്പോഴും അച്ഛനോട് പറയാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാ ഞാനത് ഏറ്റവും ഇനി അമ്മയെ കാണുമ്പോൾ അച്ഛൻ പറഞ്ഞോട്ടെ. മിസ്റ്റർ ദിനകരന്റെ രാധക്കുട്ടി ഈ സഹദേവന്റെ ജീവന. ഒരു കള്ളനത്തിരി സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്ന് വെച്ച് ഞാൻ അവളെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നി. ആര് സമ്മതിച്ചില്ലെങ്കിലും തുലാം 16-ാം തീയതി രാധയുടെ കാര്യത്തിൽ താലി കെട്ടാൻ മാഷിന്റെ വീട്ടുമുറ്റത്ത് ഈ സഹദേവൻ ഉണ്ടാവും. നിങ്ങൾ സഹദേവനല്ല സഹദേവ, പിന്നെ ദേവനാ. ഈ നല്ല മനസ്സിന് ദൈവം തരും. അത് ദൈവം തരുമ്പോ ഞാൻ വാങ്ങിച്ചോളാം. നമ്മളിങ്ങനെ അറിയാതെ കല്യാണത്തിന് മുമ്പ് കെട്ടിപ്പിടിച്ചു പോയത് തൽക്കാലം അച്ഛൻ അറിയണ്ട. അറിഞ്ഞ പ്രശ്നം എന്നെ പൂട്ടിയിടും. അളിയൻ പോയിക്കോ, ആരും അറിയില്ല. ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ ഓരോന്ന് കഴിയുമ്പോ ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു, കള്ളനെ പിടിച്ചു. അതാ ജീപ്പിലിട്ടോണ്ട് പോണ്. കൈ അണിച്ചിട്ട് ജീപ്പ് നിർത്തില്ല. ആ ലുങ്കി മണത്ത് 100 കിലോമീറ്റർ അപ്പുറത്തുണ്ടാ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും കിട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച് ഒന്നുകൂടി അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമാണ്. ഇതാരാ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ, ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയ, അളിയനെപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവനാ. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നേ. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് നീ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാക കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥയെ വീട്ടിൽ പോവാൻ വയ്യേ.